പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് തുടങ്ങിയിട്ടുള്ള ഈ ഡിസ്ട്രിക്ട് സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളുടെ എല്ലാം സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ ഡിസ്ട്രിക്ട് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അക്ഷയയിൽ നിന്നോ അല്ലെങ്കിൽ കഫയിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ അപ്ലൈ ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഡിസ്ട്രിക്ട് കേരള എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് വന്നതിന് ശേഷം 3 വരകളിൽ ക്ലിക്ക് ചെയ്ത ശേഷം ട്രാക്ക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സർവീസ് എന്നതിൽ നിന്ന് സർട്ടിഫിക്കറ്റ് സർവീസസ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് സർട്ടിഫിക്കറ്റ് ടൈപ്പ് എന്നുള്ളതിൽ നിന്ന് ഏത് സർട്ടിഫിക്കറ്റ് ആണോ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ നമ്പർ എന്താണോ അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് എഴുതി കാണിച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ നമ്പർ, ആപ്ലിക്കൻ്റ് നെയിം, സർവീസ് നെയിം, ഓഫീസ്, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നിവ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ പ്രോസസ്സിംഗ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇനി ഇത് റിജക്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് അപ്രൂവൽ ആയി ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ അക്ഷയ വഴി ചെയ്യുന്നതും അതേപോലെ തന്നെ ഈ ഡിസ്ട്രിക്ട് വഴി സ്വന്തമായിട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളുടെ സ്റ്റാറ്റസ് മനസ്സിലാകുന്നത് ഈ രീതിയിലാണ്. വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.